വിധികർത്താക്കൾ, പ്രിയ രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യ സമരം കൊടുപ്പിരി കൊള്ളുന്ന കാലം. ഭാരതത്തിലെ ജനങ്ങളാകെ പ്രായവ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാരോട് പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യസെൻ എന്ന പോരാളിനെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചുകൊടുത്തതിന് കിട്ടിയ സമ്മാനമായി നേത്ര സെൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇത് കണ്ടോ? സ്വർണ്ണ നാണയം. എടി ഇന്ന് വന്നേ, ഇത് കണ്ടോ? എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? ഇത് കണ്ടോ? എനിക്ക് സമ്മാനം കിട്ടിയതാ. സമ്മാനോ? നിങ്ങൾക്ക് എവിടുന്ന സമ്മാനം കിട്ടുന്നേ? സൂര്യസെന്നെ പിടിച്ചു കൊടുത്ത് കിട്ടിയ സമ്മാനാ. സൂര്യസെന്നെയോ? എടാ ദുഷ്ടാ, നീ എന്റെ രാജ്യത്തിനെ ചതിച്ചു. നീ നമുക്ക് വേണ്ടി പോരാളിയ ആളെ പിടിച്ചു കൊടുത്തോ? എന്തായാലും എന്താ, നമുക്ക് സ്വർണ്ണ നാണയം കിട്ടിയില്ലേ? നീ പോയി ചോറുകളും പിടി. നേത്ര സെൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. നീ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിക്കുക. നേത്ര സെൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ജുഗാന്തൻ എന്ന സമരക്കാരൻ കയറി വരുന്നു. എടാ ദുഷ്ടാ, നീ എന്റെ രാജ്യത്തിനെ ചതിച്ചു. നീ എന്റെ സുഹൃത്തിനെ ഒറ്റുകൊടുത്തു. നീ ഇവിടെ വേണ്ട. അയ്യോ മാപ്പ് മാപ്പ്, ഇനി ഇങ്ങനൊന്നും ചെയ്തില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഒരക്ഷരം മിണ്ടല്ലേ. നീ ഇവിടെ വേണ്ട. ചാവടാ, ചാവ്. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇനി ഇങ്ങനൊന്നും ചെയ്യത്തില്ല. എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യത്തില്ല. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. ജുഗാന്തൻ നേത്ര സെന്നെ മാരകമായി വെട്ടിയതിനു ശേഷം ജുഗാന്തൻ അവിടുന്ന് മടങ്ങുന്നു. ബ്രിട്ടീഷുകാർ ഇത് അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. ഇതാണോ നേത്ര സെന്റെ വീട്? അതെ. നീ കണ്ടോ ആരാ നേത്ര സെന്നെ കൊന്നതെന്ന്? ഇല്ല, ഞാൻ കണ്ടില്ല. നീ എന്തായിരുന്നു കാണാന് നിന്റെ ഹസ്ബൻഡിനെ വെട്ടിക്കൊന്നപ്പോ? അദ്ദേഹം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞാൻ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഏതൊരാൾ കയറി വന്നിട്ട് അദ്ദേഹത്തിനെ മാരകമായി വെട്ടിക്കൊന്നു. അപ്പൊ നീ അത് കണ്ടില്ലേ? ഇല്ല. എന്നയാൾ എന്റെ രാജ്യത്തിനെ ഒറ്റിക്കൊടുത്തു അന്ന് മുതൽ അയാൾ എന്റെ ഭർത്താവല്ല. അയാളുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഒരു ജനതയുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും ആരിട്ടു കൊടുത്താലും
അവർക്ക് മാപ്പില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ രക്തസാക്ഷികൾക്കും എൻ്റെ പ്രണാമം. നന്ദി, നമസ്കാരം.